മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഇത്ര കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. Share chat. Download Moj. Download Moj. വാരാണസി പുരപതിം ഭജ വിശ്വനാഥം വരവന്നിനി വീണപാണി വരവന്നിനി വീണപാണി വാഗ്ദേവതേ നമസ്തേ വരദായിനി മോക്ഷകാരി ജനറൽ സെക്രട്ടറി ഷൈൻ സർ, അതുപോലെ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളെ, ബഹുമാനപ്പെട്ട KGOU-വിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട KGOU-വിൻ്റെ കരുത്തര പ്രവർത്തകർ, യൂണിയന്റെ 31ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ജില്ലാ സമ്മേളനത്തിന് ഇവിടെ എത്തിച്ചേർന്ന, അതുപോലെ തന്നെ ശ്രീമതി ബീന പൂവത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ശ്രീ കെ സംഘടനയുടെ സംസ്ഥാനത്ത് 85 രൂപീകരിക്കപ്പെട്ട 39 വർഷക്കാലം പൂർത്തിയാക്കിയ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ എത്തിയത്. എല്ലാ കൊല്ലവും സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് കൃത്യമായി കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. എന്തുകൊണ്ടും അനുയോജ്യമായൊരു കാര്യമാണ്. ഞാൻ കുഞ്ഞിക്കണ്ണനെ പരിചയപ്പെടുന്നത് 1978-ലാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറിമാരായിരുന്നു ഞാനും കുഞ്ഞിക്കണ്ണൻ. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും KPCCയുടെ ജനറൽ സെക്രട്ടറിമാരായി വന്നു. അദ്ദേഹം പിന്നീട് ഉദുമ MLA ആയി, വിദ്യുച്ഛക്തി ബോർഡിന് മെമ്പറായി, നാളികേര വികസന കോർപ്പറേഷൻ ചെയർമാനായി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടുത്തെ DCC പ്രസിഡൻ്റായി, KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. ശ്രീ K കരുണാകരനുമായിട്ട് വലിയ ആത്മീയ ബന്ധമുണ്ടായിരുന്നൊരു നേതാവ്. കാരണം വളരെ ആകസ്മികമായിരുന്നു. അദ്ദേഹം പള്ളിക്കരയിലെ ഡിവൈഡറിൽ തൻ്റെ കാറിടിച്ച് ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടു. ഒരുപാട് സമയം ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ചെലവഴിച്ചു. അപ്പോഴാണ് അദ്ദേഹം 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ മിംസി കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ പരിശോധന നടക്കുമ്പോൾ അവർക്കൊരു ചെറിയ സംശയം തോന്നി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, 55 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് ഇന്നലെ ന്യൂഡൽഹിയിൽ സ്വന്തമായ ഒരു ഓഫീസ്, അതിന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതാണ് ഞാൻ വരുന്നത്.
BJPയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിന് വളരെ തൊട്ടടുത്ത് കൊട്ട്ലാർ റോഡിൽ 6 നിലകളുള്ള അത്യന്താധുനികമായ സകല സംവിധാനങ്ങളുമുള്ള ആധുനിക കാലഘട്ടം ഇനി വരാൻ പോകുന്ന ഒരു 10 വർഷം എന്തൊക്കെ വികസനമാണോ നാട്ടിലുണ്ടാകാൻ പോകുന്നത്, ആ വികസനോന്മുഖമായ പരിശോധിച്ചാൽ ഓരോ മേഖലയും പരിശോധിച്ചാൽ നമുക്കറിയാം ഇവിടെ എല്ലാം നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻ്റർ എല്ലാം ഫാമിലി ഹെൽത്ത് സെൻ്ററായി ഒരുപാടെണ്ണം ഉയർത്തിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. എല്ലാ താലൂക്കിലും താലൂക്ക് ആശുപത്രിയുണ്ട്. താലൂക്ക് ആശുപത്രി മാത്രമല്ല, ജനറൽ ആശുപത്രി ഉണ്ട്. കാസർഗോഡ് ജനറൽ ആശുപത്രിയാണ്, കാഞ്ഞങ്ങാട്ട് ഡിസ്ട്രിക്ട് ആശുപത്രികളാണ്. നിങ്ങൾക്കറിയാം കാസർഗോഡ്, വയനാട്, പത്തനംതിട്ട, ഇടുക്കി ഇതെല്ലാം കൊച്ചു കൊച്ചു ജില്ലകളാണ്. കേരളത്തിലെ 14 ജില്ലകളെ BJP ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ തുടക്കമായി മാറി. RSSനെതിരെയുള്ള പോരാട്ടം, അതുപോലെ തന്നെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടം, ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളെ അവരുടെ വികാരങ്ങളെ മാനിക്കുന്ന ഒരു സ്ഥാപനമായി മാറാൻ നമ്മുടെ കോൺഗ്രസ് ഓഫീസിന് കഴിയുമെന്നുള്ള വിശ്വാസമാണ് എല്ലാവരുടെയും. നമുക്കറിയാം കോൺഗ്രസിന് ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റുണ്ട്. സ്തംഭമായി മാറിയ ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൽ ഞങ്ങൾ കേരളത്തിൽ നിന്ന് എല്ലാവരും പങ്കെടുത്തിട്ടാണ് ഞാനിങ്ങോട്ട് മടങ്ങുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത BJPയുടെ ഓഫീസ് കോടാനുകോടി രൂപകൾ ചിലവാക്കി ഉണ്ടാക്കിയ ഓഫീസാണ്. നമ്മുടെ ഓഫീസിന് ആ കോടികളുടെ പകുതി പോലും ചെലവില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി, വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് കമ്മിറ്റി ഒരു ആസ്ഥാന മന്ദിരമായി എന്ന് അഭിമാനിക്കുകയാണ്. ഉമ്മൻചാണ്ടി സ്ഥാപിച്ച ഒരു മെഡിക്കൽ കോളേജുണ്ട്. ആ മെഡിക്കൽ കോളേജ് ഇന്നും അതിൻ്റെ ബാലാരിഷ്ടതകൾ പരിഹരിച്ചില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് മാത്രമേ തീർന്നിട്ടുള്ളൂ. കേരളത്തിൽ ഉമ്മൻചാണ്ടി ഒരു ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് എന്ന പ്രഖ്യാപനം നടത്തി. പല ജില്ലകളിലും ആ മെഡിക്കൽ കോളേജുകൾ ശക്തമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും കാസർഗോഡ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കേ തീർന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ ആശുപത്രികളും റെഫറൽ ആശുപത്രിയാണ്. കാസർഗോഡ് ഒരു അപകടം ഉണ്ടായാൽ ഒരു ട്രോമ കെയർ സെൻ്റർ ഇല്ല. നിങ്ങൾ ഏത് ആശുപത്രിയിൽ ചെന്നാലും അവർ പറയും നിങ്ങൾക്ക് ആവശ്യമായ ചികിത്സ ഇവിടെ ഇല്ല. അതുകൊണ്ട് എവിടേക്കാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്? മംഗലാപുരം വേണോ, കാസർഗോഡ് വേണോ, അല്ല കോഴിക്കോട് വേണോ, കണ്ണൂർ ആശുപത്രികളാണ്. മാത്രമല്ല ഇവിടെ കാത്ത് ലാബ് ഉണ്ട്, പക്ഷേ കാർഡിയോളജിസ്റ്റ് ഇല്ല. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ല. അതുകൊണ്ട് എല്ലാം റെഫർ ചെയ്ത് വിടുകയാണ്. പാവപ്പെട്ട കാസർഗോഡുകാർ, അവർക്ക് ഏറ്റവും ഒരാൾ പോലും മരിക്കാത്തൊരു ജില്ല കാസർഗോഡാണ്, 1ഉം 2ഉം വ്യാപന കാലത്ത്. പക്ഷേ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന കാസർഗോഡാണ്. ഇവിടുന്ന് ചൈനയിൽ MBBSന് പഠിക്കാൻ പോയ ഒരു കുട്ടിയാണ് ആദ്യമായി കോവിഡ് കൊണ്ടുവന്നത്. എന്നിട്ട് പോലും 1ഉം 2ഉം വ്യാപന കാലത്ത് ആരും മരിച്ചിട്ടില്ല. മരിക്കാത്ത കാരണം കോവിഡ് മഹാമാരി കൊണ്ട് മരിച്ചിട്ടില്ലെങ്കിലും 19 പേർ മരിച്ചു. അതെല്ലാം തുടർ ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ്. 1897 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോഴാണ് പകർച്ചവ്യാധികൾ തടയാനൊരു നിയമം കൊണ്ടുവന്നത്. അതിൻ്റെ പേര് എപ്പിഡമിക് ആക്ട് എന്നാണ്. 1897 എപ്പിഡമിക് ആക്ടിന് ശേഷം പകർച്ചവ്യാധികൾ തടയാൻ നമ്മുടെ രാജ്യത്തൊരു നിയമമില്ല. പക്ഷേ ഗവേഷണങ്ങൾ നടക്കണം, പഠനങ്ങൾ നടക്കണം. എന്താണ് കാസർഗോഡ് ഇത്രയധികം രോഗികളുള്ളത്? കിടപ്പ് രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നിക്ക് അസുഖമുള്ളവരുണ്ട്. അതുപോലെ തന്നെ മാരകമായൊരു രോഗം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു, അത് വ്യാപിക്കുന്നു. SMA എന്നാണ് രോഗത്തിൻ്റെ പേര്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നാണ് പറയുന്നത്. ഒരു ഇഞ്ചക്ഷന് 18 കോടിയാണ് അതിൻ്റെ വില. ഒരു ഇഞ്ചക്ഷൻ ഇറക്കുമതി ചെയ്താൽ 20 ലക്ഷം രൂപയാണ് GST കേന്ദ്ര ഗവൺമെൻറ് അടയ്ക്കുന്നത്. അപ്പോൾ മാരകമായ രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പരിതസ്ഥിതിയിൽ കാസർഗോട്ടേക്ക് ആരും വരാൻ തയ്യാറാകുന്നില്ല. 5 കൊല്ലം മാത്രമല്ല, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു 75-ൽ. അടിയന്തരാവസ്ഥയുടെ 2 കൊല്ലക്കാലം കൂടി ചേർത്ത് 7 കൊല്ലക്കാലം തുടർച്ചയായി ഭരിച്ചത് ശ്രീ അച്യുതമേനോൻ്റെ ഗവൺമെൻറ്റാണ്. അപ്പോൾ 5 കൊല്ലം പൂർത്തിയാക്കി 2 കൊല്ലം അടിയന്തരാവസ്ഥയുടെ ബോണസ് കൂടെ കിട്ടി. 57 EMS, 59 പോയി, 60 പട്ടം താണുള്ള പഞ്ചാബ് ഗവർണറായി, 62 ആർ ശങ്കർ, പിന്നെ 65 ആർക്കും ഭൂരിപക്ഷമില്ല, 67 EMS,
69 വീണ്ടും ആ ഗവൺമെൻറ് പോയി. പിന്നെ 69 അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി. 70 വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായി. ആ അച്യുതമേനോൻ ഗവൺമെൻറ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മൊത്തം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. കേരളത്തിൽ പാർലമെൻറ്റിലും അസംബ്ലിയും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 111 സീറ്റുകളുടെ പിൻബലത്തോടു കൂടി ഐക്യമുന്നണി അധികാരത്തിലേക്ക് മടങ്ങി വന്നു. അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അധികാരത്തിലേക്ക് മടങ്ങി വന്ന അങ്ങനെ നേരിട്ട് വീണ്ടും ഐക്യമുന്നണി അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്ന ഐക്യമുന്നണി 3 വർഷക്കാലം കോൺഗ്രസ് പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്ത് അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കി. പിന്നെ ശ്രീ കരുണാകരൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭയിൽ ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ കേരളത്തിന് എക്കാലത്തും ശാപമായിരുന്ന 2 കൊല്ലത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് എന്നുള്ള ആ ചിട്ട മാറ്റി കേരളത്തിൽ ആദ്യമായി 5 കൊല്ലക്കാലം പൂർത്തിയാക്കുന്ന ഒരു ഗവൺമെൻറ്. ഇവിടുത്തുകാർ വളരെ കുറവാണ്. ഇവിടെ വന്ന് തലമാറി വന്നവരൊക്കെ ഇവിടെ വിട്ടുപോവുകയാണ്. എന്തുകൊണ്ടോ ഇപ്പോൾ പല തസ്തികകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഓരോ വകുപ്പെടുത്ത് പരിശോധിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഒഴിഞ്ഞു കിടക്കുന്ന തസ്തികളെക്കുറിച്ച്. അതൊക്കെ പറയാമത്. പിന്നെ പുതിയ നിയമനം നടത്തേണ്ട തസ്തികൾ ഒരുപാടുണ്ട്. അമ്മയും കുഞ്ഞ് ആശുപത്രിയാണ്, അവിടെ ഒരു ഡോക്ടറെ നിയമിച്ചില്ല, സ്റ്റാഫില്ല, ആരുമില്ല. അപ്പം ഇതൊക്കെ സംസ്ഥാന സർക്കാർ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പിണറായി വിജയൻ പറയും ആദ്യത്തെ തുടർഭരണമാണ്. ആദ്യത്തെ തുടർഭരണമല്ല, ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി തുടർച്ചയായി 2 പ്രാവശ്യം ഭരിക്കുന്നത്. തുടർഭരണം ആദ്യമായി കേരളത്തിൽ കാഴ്ചവെച്ചത് UDF ആണ്. നിങ്ങൾക്കറിയാം, 1969 സപ്തകക്ഷി മുന്നണി ഗവൺമെന്റിനെ പൊളിച്ച് ശ്രീ കെ കരുണാകരൻ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കി. ചേലാട്ട് അച്യുതമേനോൻ MLA അല്ലാത്ത അദ്ദേഹത്തെ കൊട്ടാരക്കരയിൽ കൊണ്ടുപോയി നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് അസംബ്ലി പിരിച്ചുവിട്ടു. അപ്പോൾ കേവലം 8-9 മാസം അച്യുതമേനോൻ കന്നഡം പഠിപ്പിക്കേണ്ട അധ്യാപകർക്ക് മലയാളം അധ്യാപകരോട് നിയമിച്ച് കന്നഡ അധ്യാപകരില്ല. അതുകൊണ്ട് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും മറ്റു ജില്ലകളിൽ നിന്ന് സ്ഥലം മാറി വരുന്നവർക്ക് ഇവിടെ താമസിക്കാൻ ക്വാർട്ടേഴ്സുകളില്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നല്ല സ്കൂളുകളില്ല. കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ അവരെ ചികിത്സിക്കാൻ വേണ്ടത്ര ആരോഗ്യ കേന്ദ്രങ്ങളില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആ ഗവൺമെൻറ് ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച്, DA-യെക്കുറിച്ച്, ക്ഷാമബദ്ധയെക്കുറിച്ച്, പങ്കാളിത്ത പെൻഷനെക്കുറിച്ച്, അവരുടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായ മെഡിസെപ്പിനെ കുറിച്ച്. ഈ പറഞ്ഞ പ്രകടന പത്രികയിലെ ഒരൊറ്റ വാഗ്ദാനങ്ങൾ പോലും 8 കൊല്ലമായിട്ടും പൂർത്തിയാക്കാത്ത ഒരേ ഒരു ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തന്നെയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്നത്. പക്ഷേ ഇത്രയും ജീവനക്കാരെയും സംസ്ഥാന സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ദ്രോഹിച്ചൊരു ഗവൺമെൻറ് കേരളം ഭരിച്ചിട്ട് ഭരണത്തെ അനുകൂലിക്കുന്ന ഒരു സംഘടനകൾ പോലും പരാതിയില്ല. ഒരു പരാതിയുമില്ല, ഒരു സമരവുമില്ല. എല്ലാവരും സ്തുതിപാഠകന്മാരായി മാറിയിരിക്കുന്നു. പഴയ കാലത്ത് പറയത്തില്ലേ, മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയുന്ന പോലെ പിണറായി വിജയന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്ന ജോലിയിൽ മത്സരിക്കുന്നു സംസ്ഥാന സെക്രട്ടറി, സർവീസ് സംഘടനകൾ, അധ്യാപക സംഘടനകൾ, SFI, DYFI. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞിരിക്കുന്നു. കെടുകാര്യസ്ഥത വ്യാപകമായി മാറിയിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ രംഗം നാഥനില്ലാത്തൊരു കളരിയായിരിക്കുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ല. 16 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാതായിട്ട് എത്രയോ കാലമായി. ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്നു, ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്നു, ഡിഗ്രി പാസ്സാകുന്നവർക്ക് PGക്ക് അഡ്മിഷൻ കൊടുക്കുന്നു, ഡിഗ്രി പാസ്സാകുന്നവർക്ക് ഡിഗ്രി വ്യാജമായി കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇറ്റലിയിൽ മുസോളിനി ചെയ്ത പോലെ, സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ ചെയ്ത പോലെ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒന്നും ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രം തിരുത്തി എഴുതാനുള്ള ശ്രമങ്ങൾ ചരിത്രകാരന്മാരെ വെച്ച് നടത്തുന്നു. അതുകൊണ്ട് പോർച്ചുഗീസുകാർ ഇന്ത്യ ഭരിച്ചിട്ടില്ല. അങ്ങനൊരു ചരിത്രം ഇനി വേണ്ട. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നവർ പറയുന്ന 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. കാരണം 2014 ശേഷമുള്ള ചരിത്രം ഈ രാജ്യത്തെ കുട്ടികൾ പഠിച്ചാൽ മതി. അതിന് മുമ്പ് ഒരു ചരിത്രം പഠിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. എന്തിനാ കഴിഞ്ഞയൊക്കെ പഠിക്കേണ്ട കാര്യം എന്താണ്?
പോർച്ചുഗീസുകാർ ഇവിടെ വന്ന ചരിത്രത്തിലാണ് നിങ്ങൾ പഠിക്കുന്നത്. ഡച്ചുകാർ വന്ന് എന്തിനാണ് പഠിക്കുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി 600 വർഷം. ഇതെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നിഘണ്ടുവിൽ നിന്ന് എടുത്തു മാറ്റി. എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ സകല റോഡുകളുടെയും പേര് മാറ്റി. വെല്ലിംഗ്ടൺ ഹൗസിന്റെ പേര് രാം മനോഹർ ലോഹി എന്നാക്കി. അതിപ്പോ അതിനിപ്പുറത്തൊരു ബോർഡ് കൊണ്ടുവച്ചിട്ടുണ്ട്, ഡോക്ടർ വാജ്പേയിയുടെ പേരിലാക്കിയത്. സകല മുഗളന്മാർ ഇപ്പോഴും ഡൽഹിയിൽ ചെന്നോ നിങ്ങൾ? ഉത്തർപ്രദേശിൽ ആഗ്രയിൽ കുത്തബ് മിനാർ, ഡൽഹി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന റെഡ് ഫോർട്ട്, ചെങ്കോട്ട, മുഗൾ ഗാർഡൻസ്, അതുപോലെ തന്നെ ജുമാ മസ്ജിദുകൾ, താജ്മഹൽ പോലെ സുന്ദരമായ ജുമാ മസ്ജിദുകൾ. ഡൽഹിയിൽ എവിടെ ചെന്നാലും നമ്മൾ ഓരോ റോഡിൻ്റെയും പേര്, ആ റോഡുകളുടെ എല്ലാം പേര് മാറ്റി അതെല്ലാം ഹിന്ദുക്കളുടെ പേരിലാക്കുന്നു. ബാലഗംഗാധര തിലകൻ, അതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജപത് റായ്, സരോജിനി നായിഡു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, സുഭാഷ് ചന്ദ്രബോസ്, രാജ്ഗുരു, സുഖദേവ്. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സംസ്ഥാന നേതാക്കന്മാർ, കേരളത്തിലെ നേതാക്കന്മാർ, കേളപ്പജി, AK ഗോപാലൻ, അതുപോലെ എല്ലാവരുടെയും പ്രതിമകളാണ് ഈ പാർലമെന്റ്. മീൻ മേടിക്കാൻ പോകുന്ന ആളാണ് ഞാൻ. മാർക്കറ്റിൽ പോയി എല്ലാ സാധനങ്ങളുടെയും വില അറിയാവുന്ന ഒരാളാണ്. കഴിഞ്ഞ ഒരു 6 മാസത്തെ വിലക്കയറ്റം വർണ്ണനാതീതമാണെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എണ്ണിച്ചുട്ട ശമ്പളം പോലെ കിട്ടുന്ന, അപ്പം പോലെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്ന സർക്കാർ ജീവനക്കാർ, അതുപോലെ തന്നെ അധ്യാപകർ എങ്ങനെയാണ് ജീവിക്കുന്നത്? കൈക്കൂലി വാങ്ങിക്കുന്ന ആളുകൾ. ഷേക്കാൻ്റെ കൊടുക്കാൻ പറഞ്ഞു. അവിടെയൊക്കെ നമുക്കറിയാം, അവിടെ എയർ ടാക്സികളായി കഴിഞ്ഞു, ആകാശത്തു കൂടി പറക്കുന്ന ടാക്സികൾ. കാരണം ജനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആത്യന്താധുനിക കാലഘട്ടമായ റൊബോട്ടിക് യുഗത്തിലേക്ക് പോകുമ്പോൾ ആ യുഗത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതൊരു വിരോധാഭാസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം തിരുത്തി എഴുതാൻ ചരിത്രകാരന്മാരെ നിയോഗിച്ചു. ആ അധ്യാപകരതല്ലല്ലോ. അധ്യാപകർക്ക് ഒരിക്കലും കൈക്കൂലി വാങ്ങാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ 8 വർഷക്കാലമായി അധ്യാപകർക്കുള്ള നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ബാധ്യത തീർക്കാൻ വേണ്ടി 65,000 കോടി രൂപ വേണം. സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ 10 പൈസയില്ല. ഇല്ലെന്നുള്ള ഗവൺമെൻറ്റുമായി അടുപ്പമുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പം കടം മേടിച്ച് കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണം കൊണ്ടുവന്നു. ഓരോ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും കടമെടുക്കാനുള്ള പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം കടമെടുക്കണമെന്നുണ്ടെങ്കിൽ ആ കടമെടുക്കുന്ന പണം ബഡ്ജറ്റേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ബഡ്ജറ്റിൽ പെടുത്തണം. പക്ഷേ ഇവിടെ നമുക്കറിയാം, പല കാര്യങ്ങളും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് ആവശ്യമായ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന മേഖല കിഫ്ബിയാണ്. കിഫ്ബിയിൽ ഒരു പ്രോജക്റ്റ് ഗവൺമെൻറ് അനുവദിച്ച് അപ്പോഴേ കോൺട്രാക്ട് എടുത്ത് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ച് നമ്മുടെ ജനപ്രതിനിധികൾ അപ്പോഴേ പിരിയാണ്. പ്രോജക്റ്റ് പല കോളേജുകളിൽ നിയമനം വാങ്ങിച്ചു. അപ്പോൾ അവൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അധ്യാപക വൃത്തി എന്ന് പറയുന്നത് പരിപാവനമായ ഒരു വൃത്തിയാണ്. അതിനെപ്പോലും മലീമസപ്പെടുത്തുന്നു. അധികാരത്തിലിരിക്കുന്നവർ ചെയ്യുന്നത് എന്തും പെരുമാറും. അപ്പോൾ കഴിഞ്ഞ 75 മാസത്തെ 7 വർഷം കൊണ്ട് ഈ പങ്കാളിത്ത പെൻഷൻ അത് ഇല്ലാതായി. പൊതുവിദ്യാഭ്യാസം പരീക്ഷ നടത്തിപ്പ് കണ്ടില്ലേ? നമ്മുടെ കായംകുളം MSM കോളേജിൽ നിന്ന് റെഗുലർ സ്റ്റഡീസോട് പയ്യൻ ഛത്തീസ്ഗഡിൽ പോയി അവൻ ഡിഗ്രി വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന കോളേജിൽ പഠിക്കുന്നു. പിന്നെ അതിനെ സർട്ടിഫൈ ചെയ്യാൻ SFI നേതാക്കന്മാർ വരുന്നു. അധ്യാപകരൊക്കെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. മാതാവും പിതാവും ഗുരുവും ദൈവത്തിന് തുല്യമാണ്. പക്ഷെ ഇന്ന് ഗുരുതുല്യരായ അധ്യാപകർ പോലും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിലൂടെ ഇത്തരം ക്രിമിനലുകളെ സഹായിക്കുന്ന, ഇവിടെ കാസർഗോഡ് തന്നെ ഒരു പെണ്ണ്, അവള് കോളേജിൽ പോയി അവരുടെ പെൻഷനായി തീരുമാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് 30% ചുരുക്കി മരിച്ചു പോകുന്നവരോടും അനീതി കാണിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ജീവിച്ചിരിക്കുന്നവരെ ഉപദ്രവിക്കാവുന്ന ചാണ്ടി. അതായത് 57 തുടങ്ങി വെച്ച ഭരണം ഉമ്മൻചാണ്ടിയിൽ എത്തി നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന കടത്തിൻ്റെ ഇരട്ടി കടമാണ് കേവലം 8 വർഷം കൊണ്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് എടുത്തു നോക്കിയത്. ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ അപ്രായോഗികമാണെന്ന് കണ്ടുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചു. ഇവിടെ
പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ രൂപീകരിച്ച കമ്മിറ്റികളുടെ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും ഒരു മെസ്സേജ് ജനങ്ങൾ തന്നു. ആ മെസ്സേജ് നിങ്ങൾ ഉൾക്കൊള്ളുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ജനങ്ങൾ പഴയ കാലത്തല്ലോ, ഇപ്പം നിങ്ങൾ വാഹന പ്രചരണം നടത്തണ്ട, നിങ്ങൾ ഒരു പണിയും ചെയ്യണ്ട, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എന്തെങ്കിലും ഒരു സംഭവം നാട്ടിലുണ്ടായാൽ, ലോകത്തെവിടെ ഉണ്ടായാലും നിങ്ങളുടെ വിരൽത്തുമ്പിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ആ സംഭവം കിട്ടുകയാണ്. ആ സംഭവത്തിൻ്റെ പല വെർഷനാണ് കിട്ടുന്നത്. ആ വെർഷനിൽ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. അപ്പം നിങ്ങൾ അബദ്ധജടിലമായ പ്രസ്താവനകളിലും തെറ്റിദ്ധാരണാജനകമായ വാർത്തകളിലും കുടുങ്ങില്ല. സത്യം സത്യമാണ്. നമ്പ്രിയാൽ സത്യം അപ്രിയം. സത്യം എപ്പോഴും അപ്രിയമാണ്. അപ്രിയ സത്യം നമ്മുടെ എല്ലാം കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ കിട്ടുകയാണ്. ആ കിട്ടുന്ന സത്യങ്ങൾ വിലയിരുത്തി ജനങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണമെങ്കിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ ഉയരണം. നമ്മളെ രണ്ടു കൂട്ടരെയും തോൽപ്പിക്കാൻ ശക്തമായ മൂന്നാമത്തെ ഒരാൾ വന്നിരിക്കുന്നു, BJP. KC വേണുഗോപാൽ എന്നോട് പറഞ്ഞ ആലപ്പുഴയിലൊക്കെ ശോഭാ സുരേന്ദ്രൻ ഒരു ഘട്ടത്തിൽ ജയിക്കുമെന്ന് വരെ സംശയിച്ച ഘട്ടം വന്നു. അപ്പോൾ സ്ഥാനാർത്ഥികൾ ഓരോ സ്ഥലത്തും BJPക്ക് വോട്ട് ചെയ്തു വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കിയോ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ്? ഇവിടുത്തെ പാർട്ടി ഗ്രാമങ്ങൾ കയ്യൂര്, കരിവള്ളൂര്, കാവുമ്പായ, രാവണീശ്വരം, മടിക്കൈ, ഇവിടെ എല്ലാം പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം BJPയുടെ വോട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. സഹിക്കുമ്പോൾ എല്ലാം പറയും. നമ്മുടെ ഇത്തവണ 400+ കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ മാറ്റുമെന്ന് പ്രഖ്യാപിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. പ്രിയാമ്പിൾ 5 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 1 നീതി, 2 സ്വാതന്ത്ര്യം, 3 സമത്വം, 4 സാഹോദര്യം, 5 മതേതരത്വം. ഇത് 5 പോയാൽ പിന്നെ ഇന്ത്യയില്ല. 400+ കിട്ടിയാൽ ഇത്തവണ ഭരണഘടന മാറ്റും. ഏകീകൃതമായ ഭരണഘടനയാണ്. പൗരത്വ നിയമം ഭേദഗതി ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ആർട്ടിക്കിൾ 14 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീഴുന്ന എല്ലാ പൗരന്മാരും ഭരണഘടന മുമ്പിൽ സമന്മാരാണ്, തുല്യന്മാരാണ്. ഇന്റർനെറ്റ് യുഗത്തിൽ കുട്ടികളുടെ ഒരു ഭൗതിക സമ്പത്ത് വളരെ വലുതാണ്. ചോദ്യം ചോദിച്ചാൽ സംശയങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ കുഴങ്ങുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകണം. സമൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാകണം. ആ പരിവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ അധ്യാപക സംഘടനയായ KGOന് കഴിയണം. കാരണം ഇതിന് 37 കുട്ടികൾ, പഴയ കുട്ടികൾ, അവർക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്, വൈവിധ്യമാർന്ന ബൗദ്ധിക സമ്പത്ത്. പഴയ കാലത്ത്, ഞങ്ങളുടെയൊക്കെ കാലത്ത് വൈകുന്നേരം വരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നാൽ പിന്നെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വീണ്ടും ഒരു സ്റ്റുഡൻ്റാണ്. രാത്രി 10 മണി വരെ അടുത്ത ദിവസത്തെ പ്രിപ്പറേഷനാണ്. അടുത്ത ദിവസം പ്രിപ്പറേഷൻ കഴിഞ്ഞ് ക്ലാസ്സിൽ ചെന്നാൽ ഒരു കുട്ടി എന്ത് ചോദിക്കുമെന്ന് അധ്യാപകർക്കറിയാം. കുട്ടിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് നമുക്കറിയാം. വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ഇതെല്ലാം ഓരോ സമുദായത്തിനും ഓരോ രീതികളുണ്ട്. അതെല്ലാം ഏകീകൃതമാക്കാൻ ശ്രമിച്ചു. വോട്ടവകാശം ഇല്ലെങ്കിൽ പട്ടിക്ക് സമം, വോട്ടവകാശം ഇല്ലേ ആധാർ കാർഡില്ല, വോട്ടവകാശം ഇല്ലേ ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല, വോട്ടവകാശം ഇല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല, കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. പഴയ സോവിയറ്റ് യൂണിയനിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുന്ന പോലെ തടങ്കൽ പാളയത്തിൽ ജീവിക്കണം പൗരത്വ നിയമം വന്നാൽ. ആർട്ടിക്കിൾ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ, ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ആ മതം പ്രചരിപ്പിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് കൊടുത്ത അവകാശം, ആ അവകാശം ഹനിക്കാൻ ശ്രമിച്ചു. 39 സംസ്ഥാനങ്ങളുണ്ട്. ഞാൻ ഈ സമ്മേളനം നിങ്ങളുടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് ഹിന്ദ്. കുറിച്ചും അതുപോലെ ഗസറ്റ് ഓഫീസർമാരുടെ പ്രശ്നങ്ങളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ഒന്നുകൂടി ഓർപ്പിക്കുകയുണ്ടായി. അടുത്തതായി നമ്മുടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് KGOയുടെ ഏറ്റവും കരുത്തനായ സംസ്ഥാന പ്രസിഡന്റ് KC സുബ്രഹ്മണ്യൻ സാർ അവർക്കാണ്. അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. യൂണിയന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KV പ്രമോദ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത
ആരാധ്യനായ കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സാർ, ഈ സംഘടനയെ കരുത്തോടെ നയിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ VM ഷഹീൽ, സംസ്ഥാന ട്രഷറർ ശ്രീ D ഗോപകുമാർ, വൈസ് പ്രസിഡന്റ് ശ്രീമതി ബീന പൂവത്തിൽ, സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന്റെ കാസർഗോഡിന്റെ പ്രിയ MLA ശ്രീ NA നെല്ലിക്കുൽ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹാളിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അന്നൊരു വിശിഷ്ടാതിഥി കൂടി നമുക്കുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല അന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ഞാനും വളരെ വിശന്നാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കും ആഗ്രഹം എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തണം. അഭിമുഖീകരിച്ച് തരണം ചെയ്താണ് ഈ കാസർഗോഡ് ജില്ലയിലടക്കം നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, നമ്മുടെ കിലയിലെ നമ്മുടെ പ്രിയപ്പെട്ട കിലയിലെ മേധാവി തന്നെ നമ്മുടെ ആളാകുമ്പോൾ തീർച്ചയായും അതെനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, കാസർഗോഡ് ജോലി ചെയ്യുന്നതിന് അത്രമാത്രം പ്രയാസമുണ്ടോ എന്ന്. കാസർഗോഡ് പണ്ട് സിനിമകളിലൊക്കെ പറയാറുണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും കുറ്റക്കേട് കാണിച്ചാൽ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റി നിന്ന്. ആ കാസർഗോഡ് അല്ല ഇന്നത്തെ കാസർഗോഡ് എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. പണ്ട് അങ്ങനെയാണ് നിങ്ങളെല്ലാവരും ആളുകൾ പീഡിപ്പിച്ചത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയാൽ നിങ്ങൾ ജീവനോടെ ഉണ്ടാകുമോ എന്ന കാര്യം സംശയകരമാണെന്ന് പണ്ട് നിങ്ങളെ ഒക്കെ പേടിപ്പിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ആ കാലമൊക്കെ പോയി. ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കാസർഗോഡുകാരുടെ ഓർമ്മയിൽ പോലും ഇപ്പോൾ ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാസർഗോഡ് ഇത്രയും സുന്ദരമായ സ്ഥലം കേരളത്തിൽ വേറെ ഉണ്ടാവുകയില്ല. നിങ്ങളിൽ പലരും ഇപ്പോൾ നിങ്ങൾ ദൈവത്തോടുള്ള പ്രാർത്ഥന ഞങ്ങളെ ഇവിടെ നിന്നും ഒരിക്കലും സ്ഥലം മാറ്റരുത്. അത് എനിക്ക് നല്ലതുപോലെ ഓർഡർ വാങ്ങി വന്നാൽ വൈകുന്നേരം എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഏത് വിധത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് വൈകുന്നേരം ആകുമ്പോൾ തിരുവനന്തപുരത്തേക്കോ നിങ്ങളുടെ നാട് ഏതാണ് അവിടത്തേക്ക് ഒരു ട്രാൻസ്ഫർ ഒപ്പിച്ച് അടുത്ത വണ്ടിയിൽ പോകുന്ന ഒരു അനുഭവമൊക്കെ കാസർഗോഡുകാർക്ക് ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയി. ഇപ്പോൾ ഞാൻ പല ഉദ്യോഗസ്ഥന്മാരോട് ഇങ്ങനെ ചോദിക്കും, എങ്ങനെയുണ്ട് കാസർഗോഡ്? എന്ന് പറഞ്ഞ് ഇത്രമാത്രം നല്ല നാടില്ല. എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ പറയാൻ കാരണം, അവരെ സ്നേഹിച്ചാൽ അവർ നമ്മുടെ സ്നേഹം കൊണ്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കരൾ വരെ പറിച്ചു തരും അവർ കാസർഗോട്ടുകാർ. അങ്ങനെയാണ്. ആ ഇപ്പോൾ ഞാൻ വരുമ്പോൾ പുറത്തുനിന്ന് ഞാൻ കേട്ടു, ഇപ്പോൾ അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം നമ്മൾ ചെയ്യാൻ പോകുന്ന സമരത്തെക്കുറിച്ച് 22-ാം തീയതി വലിയ പണിമുടക്ക് കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. ആ പണിമുടക്ക് പങ്കെടുക്കാത്ത ചില വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങൾക്ക് കൂടിയാണ് നമ്മൾ പണിമുടക്ക് നടത്തുന്നത് എന്നത് കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളുടെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഒരു മുദ്രാവാക്യം പണിമുടക്കിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി, പിന്നെ ഒരു മുദ്രാവാക്യം പണിമുടക്കിൽ പങ്കെടുക്കാത്ത അവർക്ക് വേണ്ടി. അപ്പം അങ്ങനെ ആ മുദ്രാവാക്യം വിളിച്ചാൽ തീർച്ചയായും അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഞാനിത് വെറുതെ പറഞ്ഞതല്ല. നിയമസഭാ സമ്മേളനം ഇപ്പോൾ നാളെ തുടങ്ങിയാണ്. എത്രയോ CPM-ന്റെ ജനപ്രതിനിധികൾ പോലും നമ്മളോട് ആവശ്യപ്പെടുന്നു, ഇന്ന ചോദ്യ അസംബ്ലിയിൽ ചോദിക്കണം, നേരിട്ട് പരിചയമുണ്ട്. ഒന്ന് എന്തോ മറ്റുള്ള യൂണിയനിൽ പ്രവർത്തിക്കുന്ന ആളുകളെക്കാളും ഇങ്ങനെ ജനങ്ങളോട് ഇടപെടാനും അതുപോലെ തന്നെ വളരെ നന്നായി ജനങ്ങളോട് സംസാരിക്കുവാനും ഒക്കെ അവർക്കുള്ള ഒരു കഴിവ് വേറെയാണ് എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ശ്രീ കുളത്തൂർ നാരായണൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട MP വളരെ വിശദമായിട്ട് തന്നെ സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളും അതുപോലെ തന്നെ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ പോലുള്ള നേതാക്കളുടെ കയ്യൊപ്പുണ്ട്. ഈ സംഘടന മറ്റ് സംസ്ഥാന നേതാക്കളുടെ പ്രവർത്തനത്തിന് മികവോടുകൂടിയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ സംഘടന അല്ലെങ്കിൽ സെറ്റോ സംഘടനകൾ ആരാണ് ഭരിക്കുന്നതെന്ന് മുഖം നോക്കാതെ സമരം ചെയ്ത ഒരു ചരിത്രം നമ്മുടെ സെറ്റോ സംഘടന ഉൾപ്പെടെയുള്ള KGOവിനുണ്ട്. നമുക്കറിയാം, A.K. ആന്റണി ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 32 ദിവസത്തെ
സമരം നടത്തിയ ഒരു ചരിത്രം നാം ഓർക്കും. ആ റിപ്പോർട്ട് പുറത്തേക്ക് കൊണ്ടുവരികയും ആ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വീണ്ടും ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം എന്തോന്ന് അറിയില്ല. കഴിഞ്ഞ നമ്മുടെ അസംബ്ലി കാലഘട്ടത്തിൽ വീണ്ടും പ്രഖ്യാപിച്ചു പെൻഷൻ പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ പെൻഷന്റെ ഒരു പുതിയ സിസ്റ്റം വരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ പുതിയൊരു പെൻഷൻ പദ്ധതി കൊണ്ടുവരണമെന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കണം. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും വിലക്കയറ്റം നിലനിർത്തുന്നതിന് വേണ്ടി പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ വർഷവും 2 ഗഡു DA കുടിശ്ശിക പ്രഖ്യാപിക്കുന്നത്. അത് കേന്ദ്രം ആരൊക്കെ ഭരിച്ചാലും BJP ആയാലും ആരായാലും, പക്ഷെ കേന്ദ്രം കറക്റ്റ് 2 വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് DA കുടിശ്ശിക പ്രഖ്യാപിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി 2 ഗഡു DA പ്രഖ്യാപിച്ചു. ആ ഗഡു എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? നമുക്കറിയാം, മുൻകാല പ്രാബല്യത്തോടു കൂടി പ്രഖ്യാപിക്കേണ്ട DA എന്നാണോ DA പ്രഖ്യാപിക്കുന്നത് അന്ന് മുതലുള്ള തുകയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്ന ജനകീയ സർക്കാരിന്റെ ഒരു കരുത്ത മുഖേന. നിങ്ങൾ ആലോചിക്കണം, നിങ്ങളാണ് ചാപ്പ കൊട്ടിയിട്ടുള്ള നേതാക്കന്മാരും പ്രവർത്തകരും. ഭരണം മാറുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പല നേതാക്കളുടെ അടുത്തും നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഇന്നാളുടെ അളിയനാണ് മറ്റമ്പിയാണെന്ന് പറഞ്ഞുകൊണ്ട് അധികാര സ്ഥാനത്തേക്ക് വരുവാനും ട്രാൻസ്ഫർ സംഘടിപ്പിക്കുവാനും നിൽക്കുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടം നിങ്ങൾ ഇവിടെ തിരിച്ചറിയണം. അന്ന് ഇവിടെ വന്നിരിക്കുന്നവർക്കുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുവാനോ ഈ ജില്ലാ കമ്മിറ്റി മുന്നിട്ടുണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 22-ാം തീയതി നടക്കുന്ന നമ്മുടെ സെന്റയുടെ അതിവാഴ്ച സമരത്തിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഒരു ദിവസത്തെ ശമ്പളം മാറ്റിവെച്ചുകൊണ്ട് ഡയസ് പ്രഖ്യാപിക്കട്ടെ. അതിനെല്ലാം നമ്മൾ ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കുവാൻ KGOന്റെ നേതാക്കൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്കറിയാം, ഉച്ചക്കഞ്ഞിയുടെ പൈസ കൊടുക്കുവാനായി അധ്യാപകർ ഇന്ന് പൊതുജനങ്ങളുടെയും PTAയുടെയും മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. ഇന്ന് ഒരു ഹെഡ് മാസ്റ്ററായി പോകുവാൻ തയ്യാറില്ലാത്ത അധ്യാപകരാണ് നാം ഇന്ന് കാണുന്നത്. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിയായി പോകാൻ തയ്യാറില്ലാത്ത തരത്തിൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കൊടുക്കാതെ സെൽഫ് അപ്രൈസൽ നൽകാതെ പോകുന്ന ജീവനക്കാരെയല്ലേ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുൻ KTUവിന്റെ രജിസ്ട്രാറായിരുന്ന GP പത്മകുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള അരിയറുകൾ കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ഗ്രാന്റ് ഉപയോഗിച്ച് അവരുടെ 7ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി അവർക്ക് നൽകിയ ആ അരിയറുകൾ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ സർക്കാർ പോകുന്നത്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച ആ തുകയിൽ അവർ ഇൻകം ടാക്സ് അടക്കം അടച്ച് പെന്നി അടക്കമുള്ള ആളുകൾ ഇന്ന് സ്റ്റേജിലിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ കോൺട്രാക്ടർമാർക്ക് ബില്ല് കൊടുത്താൽ അവർ ഇന്ന് ക്യൂവിൽ പോകുന്ന ഒരു സാഹചര്യമല്ലേ നിലനിൽക്കുന്നത്. അതിന് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ എടുത്തു നോക്കിയാൽ പോലും അവിടെ എല്ലാം ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ നാളുകളെ 3-4 വർഷങ്ങളായി ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെ ഇവിടെ സർക്കാരിന്റെ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രയാസത്തിൽ പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. കാരണം ഒരു തീരുമാനമെടുക്കുവാൻ ഇവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേസമയം നമുക്കറിയാവുന്നതാണ്, 10 വർഷങ്ങൾക്ക് 8 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ. എന്തിനെ CPMന്റെ സ്ഥലമായ കണ്ണൂരിൽ പോലും ഒരു വിമാനത്താവളം നിർമ്മിക്കുവാൻ കാണിച്ച ഉമ്മൻചാണ്ടിയുടെ ചങ്കൂറ്റം. ആ ചങ്കൂറ്റത്തിന് മുമ്പിൽ ആ കേരളത്തിലെ ജനങ്ങൾ ഇന്നും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ തൃശ്ശൂർ ജില്ലയിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണത്തോടൊപ്പം തന്നെ നടത്തിയ ജില്ലാ സമ്മേളനത്തിൽ വിപുലമായ ജനങ്ങളുടെ ജീവനക്കാരുടെ ബാഹുല്യമാണ്, ആ പങ്കാളിത്തമാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കണ്ണൂരിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലും അതിവിപുലമായ ജീവനക്കാരുടെ പങ്കാളിത്തമാണ്. അത് കൃത്യം രാവിലെ 10 മണിക്ക് നമ്മുടെ പതാക ഉയർത്തിയ ആ സമയം മുതൽ നമ്മുടെ സമ്മേളനത്തിന്റെ അവസാന ഘട്ടമായ കൗൺസിലിൽ നിന്ന് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് വരെയും
അവർക്ക് നേതൃത്വം കൊടുക്കുന്ന NGO യൂണിയൻ KGOA പ്രസ്ഥാനങ്ങൾ ഒരു മിനിറ്റ് പോലും സമരം ചെയ്യാൻ തയ്യാറല്ല. 2002 ചരിത്ര പ്രസിഡന്റ് പറഞ്ഞു, AK ആന്റണി നമുക്കറിയാം, അദ്ദേഹം നമ്മുടെ കോൺഗ്രസിന്റെയും നമ്മുടെ യൂണിയന്റെയും എല്ലാം ഏറ്റവും വേണ്ടപ്പെട്ട നേതാവ് തന്നെയാണ്. അന്ന് നായനാർ സർക്കാർ ഇതുപോലെ പരിച്ചു മുടിച്ച് അവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഒരു ചായ പോലും മേടിക്കാനുള്ള പൈസ ഇല്ലാത്തൊരവസ്ഥയിലാണ് കുറച്ച് ആനുകൂല്യങ്ങൾ കുറച്ച് നാളത്തേക്ക് ഒരു പെൻഡിങ് വെച്ച ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ സമരത്തിന് ആദ്യം ഇറങ്ങിയത് സെറ്റോ സർവീസ് സംഘടനകളാണ്. 32 ദിവസം ഐതിഹാസികമായ സമരം നടത്തി. തീർച്ചയായിട്ടും സർക്കാർ പോകുന്നതിന് മുമ്പ് ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ഒരു സർക്കാരുമായിരുന്നു അത്. എന്തിനേറെ പറയുന്നു, ഈ കഴിഞ്ഞ 10ാം ശമ്പള കമ്മീഷൻ നടത്തിയത് നമ്മുടെ UDF സർക്കാരല്ലേ. ഉമ്മൻചാണ്ടി സാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങളൊക്കെ അന്ന് അവിടെ എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റായിരുന്നു. എല്ലാ ബുധനാഴ്ചയും സർക്കാർ ജീവനക്കാർക്ക് ഓരോ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. നമ്മൾ പ്രകടനം നടത്തി മടുത്തിട്ടുണ്ട്. ഏത് പരീക്ഷയാണ് നടക്കുന്നത്, ഏത് രീതിയിലാണ് ഈ വിദ്യാഭ്യാസ രംഗത്തെ കൊണ്ടുപോകേണ്ടത് ഒന്നും നിങ്ങൾക്കറിയാം. എല്ലാവരും മിനിസ്റ്റർ പെർഫോമൻസ് ഒക്കെ എല്ലാവരും നിയമസഭയിൽ കണ്ടതാണ്. അപ്പോൾ ഓരോ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയത്തിലുള്ള ഇന്നത്തെ ഭരണത്തിൽ നിൽക്കുന്ന ആൾ, ആ വകുപ്പ് ഏത് രീതിയിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകണം, അവിടെ ചടുലമായിട്ട് എങ്ങനെ ആ വകുപ്പിനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് പഠിക്കാനും കാര്യങ്ങളെ മുന്നോട്ട് നയിക്കാനും കഴിയാത്തവരാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കെന്താണ് വലിയൊരു തിരുത്തൽ ശക്തിയായിട്ട് ഈ സിവിൽ സർവീസ് മേഖലയിൽ നിലനിൽക്കണം എന്നാണ് പറയാനുള്ളത്. ഇപ്പോ ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ ഈ ഒരു ഇത്രയും വർഷങ്ങളായിട്ടും സാധാരണ ഉദ്യോഗസ്ഥന്മാരെന്താണ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോരോ വകുപ്പ് മാറുന്നതിനനുസരിച്ച് ഏത് മന്ത്രിയുടെ അടുത്താണ് അതിലുള്ളത് ആ ഒരു സംഘടനയിലേക്ക് മാറുന്ന ഒരവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്ക് 22-ന് വരുന്ന പണിമുടക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതിനെ ചോദിക്കാനോ പ്രതിപാദിക്കാനോ നമ്മുടെ സർവീസ് സംഘടനകളിലെ ഏറ്റവും വലിയ സർവീസ് സംഘടന എന്ന് പറഞ്ഞാൽ NGO യൂണിയൻ പോലും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പൊ ഞങ്ങളെയൊക്കെ ഞെട്ടിപ്പിച്ചൊരു വസ്തുത, എറണാകുളം ടൗൺ ഹാളിൽ NGO യൂണിയന്റെ വജ്ര ജൂബിലി ആഘോഷം നടന്നു. അതിന്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്, പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. സർക്കാർ ജീവനക്കാരെ പ്രതിപാദിക്കുന്ന ഒരു പരാമർശം ആ വേദിയിൽ ഉന്നയിക്കാൻ ആ NGO യൂണിയന്റെ ജനറൽ സെക്രട്ടറിക്കോ പ്രസിഡന്റിനോ സാധിച്ചില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഇന്നലെ നമ്മുടെ കണ്ണൂര് ഗിരീഷ് ഇവിടെ വന്നിട്ടുണ്ട്, ജില്ലാ ജീവനക്കാർ. അത്ര ഗതികേടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, അത്ര ബുദ്ധിമുട്ടിലാണ് സംഗതി പോകുന്നത്. പക്ഷെ സർക്കാർ ജീവനക്കാര് സമൂഹത്തിന്റെ ഭാഗമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം, പ്രളയം ഉണ്ടായി, സാലറി ചലഞ്ച്, നിർബന്ധിതമായ പിരിവ്, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ, NGO അസോസിയേഷൻ, നമ്മൾ ഹൈക്കോടതി പോയി. കക്ഷിയുടെ രണ്ടാമത്തെ പാർട്ടിയാണ് CPI. CPIയുടെ പോഷക സംഘടനയാണ് ജോയിന്റ് കൗൺസിൽ. ജോയിന്റ് കൗൺസിൽ 22-ാം തീയതി പണിമുടക്കുന്നു. കാരണം അത്രയ്ക്ക് ഗതികെട്ടിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, ഇവർ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പങ്കാളിത്ത പെൻഷൻ എടുത്തു കളയും. 8 കൊല്ലമായിട്ട് 3 സമിതിയെ വെച്ച് കഴിഞ്ഞു. ഈ സമിതിയുടെ റിപ്പോർട്ട് ജോയിന്റ് കൗൺസിൽ ചോദിച്ചിട്ട് അത് അവർക്ക് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു. ജയേന്ദ്രൻ കല്ലിക്കൽ എന്ന് പറഞ്ഞ അവർ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക്. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ സർക്കാർ ജീവനക്കാർ DA ഒക്കെ മറന്നുപോയെന്നാണ്. പുതിയ വരുന്ന ജനറേഷൻ ഒന്നും DA എന്നാന്ന് അറിയത്തില്ല. കാരണം അതുപോലെ ആൾക്കാർ മറന്നുപോയി കഴിഞ്ഞു. അതുപോലെ ശമ്പള കമ്മീഷനെ വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പൊ ഇവിടെ പഞ്ചിങ്ങിന്റെ കാര്യം ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചു. എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഞങ്ങളൊക്കെ ഒറ്റയാൻ പോരാട്ടം നടത്തിക്കൊണ്ടാണ് പല രീതികളിലും മുന്നോട്ടേക്ക് വന്നത്. അത് നമുക്ക് എന്ത് തന്നെയായാലും ഒരു ചായ്വ്, നമ്മുടെ ചായ്വ് എപ്പോഴും തുറന്നു കാണിക്കുന്ന രീതിയിൽ ആര് മുന്നിലും തല ഉയർത്തി പിടിച്ചുകൊണ്ട് എന്റെ നിലപാട് ഇതാണ് എന്ന് ഉറക്കെ പ്രസ്താവിക്കാനുള്ള ധൈര്യമുള്ള ആൾക്കാരാണ് നമ്മള്. കാര്യങ്ങളൊന്നും നോക്കാതെ ധീരരായി പ്രവർത്തിക്കുന്ന നമുക്ക് 22-ന് വരുന്ന പണിമുടക്ക് വിജയിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഓഫീസിൽ ചില ആൾക്കാർ പണിമുടക്കിയില്ലെങ്കിലും വന്നൊപ്പിടാൻ സമ്മതിക്കാതെ അവരോട് അനുഭാവപൂർവം മാറി നിൽക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ പണിമുടക്കിൽ പങ്കെടുപ്പിച്ചുകൊണ്ട്, അതായത് പലരും ചിന്തിക്കുന്നത് ഞാൻ ഒരു ചുറ്റുപാടിൽ ഒതുങ്ങിക്കഴിയാണ്. ഈ സമരം ചെയ്യേണ്ടതും DA കുടിശ്ശികയ്ക്ക് വേണ്ടി ചോദിച്ച് സമരം ചെയ്ത് വാങ്ങേണ്ടതും ഒന്നും നമ്മളല്ല, വേറെ ആരൊക്കെയോ ആണ് എന്നുള്ള ചിന്തയോടുകൂടിയാണ് മിക്ക ആൾക്കാരും നിൽക്കുന്നത്. അപ്പൊ
അവരവന് വരുന്ന നഷ്ടത്തെ കുറിച്ച് ബോധമില്ല. അവരൊക്കെ ഇങ്ങനെ കണ്ടീഷനിങ്ങിലൂടെ മാറ്റപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഈ ജില്ലാ സമ്മേളനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഈ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളെക്കുറിച്ചും കാര്യകാരണങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ബഹുമാനായ MP രാജ്മോഹൻ സാർ പറഞ്ഞ പോലെ 65,000 കോടി രൂപ എന്ന കേട്ടാൽ പേടിയാവുന്ന സംഖ്യയിലേക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സാമ്പത്തിക ആനുകൂല്യ നഷ്ടങ്ങളെക്കുറിച്ച് വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതിനാൽ ഞാൻ അതിലേക്ക് കൂടുതലായി ഒന്നും കടക്കുന്നില്ല. ഇത് സാമ്പത്തിക നഷ്ടങ്ങൾ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു സമരം മാത്രമല്ല, കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ അഭിമാനം സംരക്ഷിക്കുവാനുള്ള ഒരു സമരം കൂടിയാണ് ഈ 22-ന് നമ്മൾ തുടക്കമിടുന്നത്. പല സമയത്തും മുണ്ടുമുറുക്കിയെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ വളരെ അഭിമാനത്തോടെ തലയുയർത്തി നടന്നിരുന്നവരാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ. എന്നാൽ 2016-ലെ ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റ നാൾ മുതൽ വളരെ നിശിതമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ്. എത്ര വലുതാണെന്ന് നമുക്കറിയാം. നവീൻ ബാബു ഈ ഭരണത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയൊന്നുമല്ല. 2016-ൽ നിങ്ങളുടെ ജില്ലയിൽ ഒരു വില്ലേജ് ഓഫീസർ ആത്മഹത്യ ചെയ്ത വിവരം നമുക്കറിയാം. കോട്ടയത്തു നിന്നും മറ്റുള്ള ഒരു വില്ലേജ് ഓഫീസറെ ഭാഷ അറിയാത്ത ന്യൂനപക്ഷ മേഖലയിൽ വില്ലേജ് ഓഫീസറായി നിയമിക്കുകയും അദ്ദേഹം അതിൽ മനം തോന്ന് ആത്മഹത്യ ചെയ്ത സംഭവം. തൃശ്ശൂരിലെ വനിതാ വില്ലേജ് ഓഫീസർ ഞരമ്പ് മുറിച്ച് സ്വന്തം സീറ്റിലിരുന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചതും നമുക്കറിയാം. നമ്മുടെ പ്രതിരോധം തുടർന്നുകൊണ്ടേയിരിക്കണം. ജീവിതത്തിൽ ഇന്നോളം ചെങ്കൊടി മാത്രം പിടിച്ച നവീൻ ബാബുവിനറിയാം ഈ ദുഷ്ടന്മാരുടെ മനസാക്ഷിയില്ലാത്ത ഇവരുടെ മുന്നിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ള പൂർണ്ണമായ ഉറപ്പിന്റെ പുറത്താണ് തന്റെ ജീവൻ വരെ ത്യജിച്ചുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കുവാൻ അദ്ദേഹം തയ്യാറായത്. തീർച്ചയായും നമ്മുടെ പ്രതിരോധ സമരങ്ങൾ തുടരുകയും തന്നെ വേണം. KGUവിന്റെ ജില്ലാ സമ്മേളനങ്ങൾ തുടർന്ന് വരുന്ന സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്നത് തീർച്ചയായും വർഷങ്ങളായി കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും അനുഭവിച്ചു പോന്നിരുന്ന ഒട്ടനവധി ആനുകൂല്യങ്ങൾ 2016-ൽ കേരളത്തിലെ അധികാരത്തിലേറിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഒന്നൊന്നായി നിഷേധിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിലെ സിവിൽ സർവീസിനെയും അധ്യാപക മേഖലയെയും ആകെ തകർത്തുകൊണ്ട് സിവിൽ സർവീസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ സധൈര്യം മുന്നോട്ട് പോകുന്നു. സർക്കാരിന് അങ്ങനെ സധൈര്യം മുന്നോട്ട് പോകാനുള്ള ആത്മബലം നൽകുന്നത് എന്നും മാറി മാറി വരുന്ന ഇടതുപക്ഷ സർക്കാരിനെ ഓശാന പാടുന്ന തരത്തിൽ അധപ്പതിച്ച തന്റെ മസ്തിഷ്കവും ചിന്താശക്തിയും നട്ടെല്ലും ഭരണത്തിലെ നേതാക്കന്മാർക്ക് മുന്നിൽ അടിയറവ് വച്ച നേതൃത്വം നൽകുന്ന സംഘടനയുടെ ധൈര്യമാണ്. ഈ 39-ാം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇങ്ങനെ നല്ല ഒരു ജില്ലാ സമ്മേളനം ഇത്രയധികം പ്രാതിനിധ്യത്തോടുകൂടി നടത്തുവാൻ കഴിഞ്ഞ ജില്ലാ ഭാരവാഹികളെ അഭിനന്ദിച്ചുകൊണ്ടും എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ ജില്ലയിൽ നിന്ന്, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരാൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് അവിടെ വാക്കൻസി ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 1.5 വർഷമായി കൊടുക്കുക അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് സധൈര്യം ഇന്നിവിടെ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ പ്രമോദ് സർ, വേദിയിലിരിക്കുന്ന KGU സംസ്ഥാന പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ സർ,
സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈൻ സർ, ട്രഷറർ ഗോപകുമാർ സർ, മറ്റു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ, സുഹൃത്തുക്കളെ, കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ 39ാം ജില്ലാ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കാസർഗോഡിൻ്റെ സ്വന്തം MP ബഹുമാനപ്പെട്ട രാജകുമാർ ഉണ്ണിത്താൻ സാറിന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയ കാസർഗോഡിൻ്റെ MLA എന്നെ നെല്ലിക്കുന്നവർക്കും ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ ആശംസ അറിയിച്ച് സംസാരിച്ച अब तरक्की की तरफ बढ़ता हिंदुस्तान है, क्योंकि लीग और कांग्रेस हिंद की आवाज है। अब तरक्की की तरफ बढ़ता हिंदुस्तान है, क्योंकि लीग और कांग्रेस हिंद की आवाज है। अदानी ഞങ്ങളെ സൗഭാഗ്യം, രാഹുൽ എന്ന മഹാഭാഗ്യം, അതിൽ പരം ഇനിയൊരു കാര്യം അറിയിക്കുന്നില്ല ദുസാരം. ഉनको दिखाई और साथ चलो ना, उनको दिखाई और साथ चलो ना, बस उन्हीं को वोट डाले, मुल्क अपना खुद बचाए, मरहबन नगला मरहबन सगला। ये सबसे निराले ओ राहुल जी आए, वयनाड जागे उन्हीं के। अब तरक्की की तरफ बढ़ता हिंदुस्तान है, क्योंकि लीग और कांग्रेस हिंद की आवाज है। अब तरक्की की तरफ बढ़ता हिंदुस्तान है, क्योंकि लीग और कांग्रेस हिंद की आवाज है। अदानी ഞങ്ങളെ സൗഭാഗ്യം, രാഹുൽ എന്ന മഹാഭാഗ്യം, അതിൽ പരം ഇനിയൊരു കാര്യം അറിയിക്കുന്നില്ല ദുസാരം. उनको दिखाई और साथ चलो ना, उनको दिखाई और साथ चलो ना, बस उन्हीं को वोट डाले, मुल्क अपना खुद बचाए, मरहबन नगला मरहबन सगला। ये सबसे निराले ओ राहुल जी आए, वयनाड जागे उन्हीं के। എൻ്റെ ഫോൺ ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന. ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ്
കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയതിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി, ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.